ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറച്ചധികം പെട്ടികൾ നമുക്ക് പൊട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിലൊരു കാര്യമാണ് എൻ്റെ കാര്യത്തിൽ ഈ പെട്ടി പൊടിക്കുന്ന പരിപാടി. അത് തുറന്നു നോക്കി അതിൽ എന്താണെന്നറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും അതൊന്ന് വേറെ തന്നെയാണല്ലേ. ആദ്യം തന്നെ നമ്മൾ ആമസോണിൻ്റെ പെട്ടി എടുത്തിട്ടാണ് പൊട്ടിക്കാൻ പോകുന്നത്. അതിലെന്താണെന്നല്ലേ, വേറൊന്നല്ല, നമ്മളെ സ്വന്തം ട്രൈപോഡ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാനൊരു ട്രൈപോഡ് വാങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് കാണാനുള്ളൊരു ത്വര വല്ലാണ്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് പെട്ടി പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ആമസോൺ നമ്മളെ ചതിക്കില്ല എന്ന് വിചാരിക്കാം. ഇത് കാണാനുള്ളൊരു ത്വര വല്ലാണ്ട് കൂടി വരുന്നു ഗൈസ്. ഒരു പെട്ടി പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ പെട്ടി. എന്തായാലും ഇവർ പാക്കിംഗ് അടിപൊളിയാണ്, നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് പാക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ അകത്തുള്ള സാധനം സേഫ് ആണോ എന്നാണ് നോക്കേണ്ടത്. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ ട്രൈപോഡിന് വീണ്ടും ഒരു കവർ ഇട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ആ കവറും വലിച്ചൊരിടത്ത് നമ്മൾ നമ്മുടെ ട്രൈപോഡിന് പുറത്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നിൽക്കുന്ന ഈ ട്രൈപോഡിനെ ഒന്ന് വളച്ചൊടിച്ച് നോക്കി നോക്കാം. അതിന്റെ ഇടയിൽ ഈ പൊട്ടിക്കണ സാധനം കിട്ടി, പിന്നെ വെറുതെ വിടോ ഇല്ല. നമുക്ക് ഇതൊക്കെയല്ലേ ഒരു എൻജോയ്മെന്റ് ഉള്ളത്. അങ്ങനെ ഞാൻ ട്രൈപോഡിനെ 4 കാലിൽ നിർത്തിയിട്ടുണ്ട്. 4 കാലില്ല, 3 കാലേ ഉള്ളൂ. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് 170 സെന്റിമീറ്ററോളം പൊക്കം കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. 170 സെന്റിമീറ്റർ എങ്ങനെ പൊക്കിയെടുക്കുന്നു നോക്കുന്നതാണ് ഇത് കേട്ടോ. അങ്ങനെ എനിക്ക് മനസ്സിലായി അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊക്കം കൂട്ടി കൊണ്ടുവരാന്നുള്ളത്. സംഭവം ഇവർ പറഞ്ഞത് ശരിയാണ് കേട്ടോ. പൊക്കം കൂട്ടി വന്നപ്പോൾ 170 സെന്റിമീറ്റർ കറക്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിന്റെ അകത്തുനിന്ന് ഫോൺ സെറ്റ് ചെയ്യണ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നാണ് നോക്കേണ്ടത്. എങ്ങനെയായാലും നമ്മൾ സെറ്റ് ചെയ്യാണ്ട് വിടൂലല്ലോ, എങ്ങനെങ്കിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമേ വെച്ച് കറക്കി സാധനം കയ്യിൽ അങ്ങോട്ട് ഊരിപ്പോകും. ഇന്ന് വെച്ച് നമുക്ക് പിന്മാറാൻ പറ്റുമോ? ഇല്ല, നമ്മളത് റെഡിയാക്കി എടുക്കാതെ എവിടെ പോവാൻ? കാരണം ഇത് റെഡിയാക്കല്ലാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ കറക്കി തിരിച്ച് സംഭവം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ഓടിച്ചും ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഇവരിത് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോൺ ഹോൾഡർ സെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഒരു ഫോണും കൂടെ വെച്ച് നോക്കണ്ടേ? ഒന്നും നോക്കിയില്ല, ഒരു ഫോൺ എടുത്ത് വെച്ച് നോക്കി. എന്നിട്ട് പിന്നെ ഫോൺ കറക്കി തിരിച്ച് മറിച്ചിട്ട് ഫോൺ എങ്ങനെ വീഴുന്നു നോക്കുന്ന സെറ്റിംഗ്സ് കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ ഫോണിന് കുറച്ച് ഭാഗ്യമുള്ളതുകൊണ്ട് എങ്ങനെ തിരിച്ചു മറിച്ചിട്ടും ഫോൺ വീഴുന്നില്ല. അപ്പൊ അതിന് വേറൊരു സെറ്റിംഗ്സും കൂടെ ഞാൻ കണ്ടുപിടിച്ച് ഇതിങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇത് കിടന്ന് തിരിയുന്ന സെറ്റിംഗ്സും കൂടെ ഇതിനുണ്ട്. എന്തായാലും സാധനം അടിപൊളിയായിട്ടുണ്ട്. വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാതിരിക്കില്ല. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഈ ട്രൈപോഡ് എന്നുള്ളത്. ട്രൈപോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് എൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും എനിക്ക് വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു റിമോട്ട് കിട്ടി. ആൻഡ്രോയിഡിന് വേറെ, iOSന് വേറെ. ബ്ലൂടൂത്ത് ഓണാക്കി കൊടുത്ത് കണക്ട് ചെയ്ത് ഒന്ന് നിൽക്കിയാൽ മതി, സംഭവം വർക്കാം. പിന്നെ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അങ്ങനെ അടുത്ത പെട്ടി പൊട്ടിക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സംഭവം എന്താന്ന് വായിച്ചു നോക്കിയിട്ടില്ല. വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ക്യൂരിയോസിറ്റി അങ്ങോട്ട് പോയില്ലേ. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളാണെങ്കിലും ഏത് പെട്ടിയിൽ ഏത് സാധനം എന്നുള്ളത് അറിയില്ലല്ലോ. അത് വായിച്ചു നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വായിച്ചു നോക്കിയില്ല. നമ്മുടെ ഓർഗനൈസർ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിനെ നെറ്റിച്ച് കളഞ്ഞു. ഇത്രയും മിനി വേർഷൻ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വല്ലാണ്ട് ചെറുതായി പോയോ എന്നൊരു തോന്നൽ. പക്ഷെ ക്യൂട്ടായതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ചയക്കാനും തോന്നിയില്ല. ഏത് ക്യൂട്ട്നെസ് ഓവർലോഡർ അതന്നെ. പക്ഷെ സംഭവം ചെറുതാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് തുറന്നു നോക്കിയപ്പോൾ 2-3 മയിൽക്കുട്ടിന്റെ തല ഉണ്ടായിരുന്നു. അതും കൂടെ വെച്ചുകൊടുത്തപ്പോൾ ക്യൂട്ട്നെസ് അങ്ങോട്ട് വാരി വിതറി. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെന്തോ എനിക്ക് ഇവനെ തിരിച്ചയക്കാൻ തോന്നിയില്ല. അങ്ങനെ നെക്സ്റ്റ് പെട്ടിയെടുത്ത് പൊളിക്കാൻ തുടങ്ങി. പൊളിച്ചു നോക്കിയപ്പോൾ എന്താണ്, നമ്മുടെ കിച്ചണിലോട്ടുള്ള സാധനമാണ്. പക്ഷേടാ ഇത് ശരിക്കും നെട്ടിച്ചിട്ടോ. ശരിക്കും അടിപൊളി സാധനം, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. കാണാനും വേറെ ലെവൽ, നമുക്ക് പറ്റിയ ഈസ്തെറ്റിക് സാധനം. ഓർഡർ ചെയ്യുമ്പോൾ ഞാനിത് ഗ്ലാസ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഗ്ലാസ് അല്ലായിരുന്നു, പ്ലാസ്റ്റിക് ആയിരുന്നു. പക്ഷെ എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇപ്പൊ അടിപൊളിയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്താവുന്ന അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇപ്പൊ അടിപൊളിയായാൽ മതിയല്ലോ. അപ്പൊ ഇതുപോലെ സ്പൂണും സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ കിച്ചൺ വേറെ ലെവലാവും. അടുത്ത പെട്ടിയിൽ നമ്മൾ ടേബിൾ ലാമ്പാണ് വന്നിട്ടുള്ളത്. ഈ ടേബിൾ ലാമ്പും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഡെസ്ക് മേക്ക് ഓവർ ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്താലല്ലേ കാണാൻ പറ്റൂ. സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ലാമ്പ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും ഒടിച്ചും മറിച്ചൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലാമ്പാണ്. ബാക്കിൽ ലൈറ്റ് കത്തിക്കാനുള്ള സ്വിച്ച് ഉണ്ട്, പിന്നെ കേബിളും ഉണ്ട്. അടുത്ത പെട്ടി പൊട്ടിച്ച പാടനെ നമുക്ക് ക്യാഷ് ബാക്കിന്റെ കൂപ്പണാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം അപ്ലൈ ചെയ്ത് നോക്കി. ഇങ്ങോട്ട് കിട്ടുന്നു നമ്മൾ വെറുതെ കളയാൻ പാടില്ലല്ലോ. പിന്നെ വെറുതെ കിട്ടുമ്പോൾ അതിനൊരു വേറെ സുഖം. ഈ പെട്ടിന്റെ ഉള്ളിൽ ഒരു ക്ലോക്ക് ആയിരുന്നു. എന്താവും അറിയാണ്ട് ഓർഡർ ചെയ്താണ്. പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു ക്ലോക്ക്, ഒരു മിനി ക്ലോക്ക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ലോക്കിന്റെ ബാക്കിലാണെങ്കിൽ ബാറ്ററി ഇടാനുള്ളതുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലൈറ്റ് കത്തിക്കാനുള്ളതുണ്ടായിരുന്നു. ലൈറ്റ് കത്തിച്ചിട്ട് ഞാൻ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോയിൽ ഇടാം, അത് കണ്ടാൽ മതി. പിന്നെ ഇത് നമ്മൾ കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുള്ള നൈഫും നൈഫ് ഹോൾഡറും ഒരേപോലെ കിച്ചണിൽ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ എന്ന് കരുതി വാങ്ങിയത്. എന്തായാലും ഇതും കൊള്ളാം. 4 കത്തിയുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾ പീൽ ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ പീൽ ചെയ്യണയുമ്പോൾ എന്തോ ഒരു കറുണ്ട്. പിന്നെ കിച്ചണിലോട്ടുള്ളല്ലേ എന്ന് കരുതി ഞാൻ റിട്ടേൺ ആക്കിയില്ല. കത്തിക്ക് മുറിച്ചുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന്
പരീക്ഷിച്ച് നോക്കിയിരുന്ന്. വർക്കാണ്. ഈ കവർ പൊട്ടിച്ചു നോക്കാതെ തന്നെ സാധനം എന്താന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് തൊട്ട് നോക്കിയാലും നമുക്കറിയാൻ പറ്റുമല്ലോ. വേറെ ഒന്നുമല്ല, സ്പൂണാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊരു സാധാ സ്പൂണാണെന്ന്, പക്ഷേ അല്ല, സ്വർണ്ണ കളറുള്ള സ്പൂണായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. പിന്നെ നമ്മളൊക്കെ പിൻട്രസ്റ്റിന്റെ ആൾക്കാരായതുകൊണ്ട് പിൻട്രസ്റ്റി വൈബ് ആയിക്കോട്ടെ എന്ന് കരുതി വാങ്ങിച്ചതാണ്. ഇതാ ഈ കാണുന്നതിന്റെ സ്പൂണാണ്, പക്ഷെ ഇതൊരു സാധാരണ സ്പൂണല്ല, ഇതൊരു വെറൈറ്റി സ്പൂണാണ്. കിച്ചൺ മൊത്തത്തിലൊന്ന് എസ്തെറ്റിക് ആയിക്കോട്ടെ എന്ന് കരുതി. നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ വലിയ കുക്കാണെന്ന്. ഞാനൊരു കുന്തമല്ല ഗൈസ്. ഒരു സാധനം എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ മമ്മിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അടുക്കള എങ്ങനെ അലങ്കരിച്ച് വെക്കാന്നുള്ളതേ എനിക്കറിയുള്ളൂ. അതിനകത്ത് എന്തുണ്ടാക്കണം എന്നുള്ളത് മാത്രമേ എനിക്കറിയില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാനൊരു വലിയ അബദ്ധമാണ് ഗൈസ്. ഇപ്പൊ സ്പൂൺ എങ്ങനെയുണ്ട്? സംഭവം നൈസായില്ലേ? പിന്നെ ഈ നീണ്ടു കിടക്കുന്ന പെട്ടി, അതിൻ്റെ അകത്ത് നമ്മൾ കിച്ചൺ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. വേറൊന്നുമല്ല, വാൾപേപ്പർ സ്റ്റിക്കറാണ്. നമ്മുടെ കിച്ചൺ ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ടൊന്ന് ബ്രൈറ്റ് ആക്കാന്ന് കരുതി ഒരു വൈറ്റ് കളർ സ്റ്റിക്കർ അങ്ങോട്ട് മേടിച്ചു. പറഞ്ഞല്ലോ ഞാൻ അലങ്കരിക്കാൻ മുടുക്കിയ, പക്ഷേ ഫുഡ്. പിന്നെ ഈ പെട്ടി തുറക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ലാസ്റ്റ് തുറന്നതും. ഫസ്റ്റ് തന്നെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആ രസം പോയില്ലേ. പെട്ടികൾ കൊണ്ടൊരു അമ്മാനമായിരുന്നു. അതിൻ്റെ അകത്ത് വേറെ പെട്ടി, അത് തുറന്നപ്പോൾ വേറെ പെട്ടിയില്ല. നമ്മുടെ സാധനം വന്നു ഗൈസ്. പക്ഷേ ഇത് ഭയങ്കര ചെറുതായി പോയി ഞാൻ വിചാരിച്ചതിലും. പക്ഷേ ഇത് അടിപൊളി സാധനമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എന്തായാലും കത്തിച്ച് ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇത് ബാറ്ററി ഇട്ട് കത്തിക്കുന്നതല്ല കേട്ടോ, ഇത് നമ്മൾ സ്വിച്ച് ഇട്ട് തന്നെ കത്തിക്കണം. നോക്കടാ, സംഭവം ചെറുതാണെങ്കിലും അടിപൊളിയായില്ലേ. കത്തിച്ചപ്പോൾ നമ്മളിതാ ചന്ദ്രനിലൊക്കെ ഒരു പോയ വൈബ്. ഇത്രക്കൊന്നുമില്ലെങ്കിലും ഒരു രസം. സംഭവം എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാനും തൃപ്തിയായി, എൻ്റെ മനസ്സും തൃപ്തിയായി. അപ്പോൾ ഇത്രയും സാധന സാമഗ്രികളാണ് നമ്മൾ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തോളാം. പിന്നെന്താ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി, ടാറ്റാ, ബൈ.